ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഇത് നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങിയിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. എല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റീസാണ്. ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട്. ഡയറക്റ്റായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം. ഇല്ലാത്തവർക്ക് നമ്മുടെ DTDCയുടെ കൊറിയർ സ്പീഡ് പോസ്റ്റ് വഴിയിട്ടും പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സമ്മർ സ്നോ റോസാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ടൊരു വെള്ള ഷെയ്ഡ്, വെള്ളയും ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്നൊരു റോസാണ്. സമ്മർ സ്നോ എന്നാണ് ഐഡി വരുന്നത്. നല്ല ഭംഗിയാണ്, നിറയെ പൂക്കളുണ്ടാവും. ഒരു പ്ലാന്റ് നമ്മളിപ്പോൾ ഒരു ചട്ടിയിൽ 2 പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്ടി ഇങ്ങനെ പടർന്ന് നിന്നിട്ട് നല്ലതുപോലെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ സമ്മർ സ്നോ എന്ന് പറയുന്നത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. അത് ഈ ഒരു കളറിൽ വരുന്നതാണ്, ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് മിഡ് നൈറ്റ് ബ്ലൂ. നമ്മുടെ ഒരു വയലറ്റ് കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഷെയ്ഡിൽ വരുന്നതാണ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. നാടൻ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല, നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ ഇങ്ങനെ ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ എന്നും പൂക്കളും തേനീച്ചകളും പൂമ്പാറ്റകളും ഒക്കെ ആയിട്ട് ഗാർഡൻ അടിപൊളിയാക്കാനായിട്ട് പറ്റുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ. അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് സ്റ്റെറീന റോസ് അല്ലെങ്കിൽ ഓറഞ്ച് മിനിയേച്ചർ റോസ് ആണ്. ഇതാണ് ഓറഞ്ച് മിനിയേച്ചർ. ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഒരു കൊലയിൽ തന്നെ 7-8 പൂക്കളാണ് നമുക്കുണ്ട്. അത് മുട്ട് കണ്ടില്ല, അതിനകത്ത് ഏകദേശം 4-5 മുട്ടുകൾ നിൽപ്പുണ്ട്. അതുപോലെ ഈ ഒരു ബ്രാഞ്ചിലാണ് 5-6 പൂക്കളുണ്ട്. അതുപോലെ അടുത്ത ബ്രാഞ്ചിൽ നിറയെ ഇങ്ങനെ കുനുകുനാന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഓറഞ്ച് മിനിയേച്ചർ. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെറീന റോസ്. ഓറഞ്ച് മിനിയേച്ചർ പോലെ തന്നെ നമുക്ക് റെഡ് മിനിയേച്ചറും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ക്രീക്രി റോസാണ്. വൈറ്റ് ക്രീക്രി, അല്ല യെല്ലോ ക്രീക്രി, പീച്ച് ക്രീക്രി, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇത് പീച്ച് ഷെയ്ഡിൽ വരുന്ന ക്രീക്രി റോസാണ്. ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത്. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നമുക്ക് ഇത്തവണ കൂടുതലും ലോഡിൽ എത്തിയിട്ടുള്ളത്. അടിപൊളി തൈകളാണ് കേട്ടോ. എല്ലാം അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പ്ലാനിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ നാളൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ കരിഷ്മ റോസ് എന്ത് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടാവും. ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പൂവും ഓരോ ഭംഗിയാണല്ലേ. ചിലതിൽ ഓറഞ്ച് ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്നുണ്ട്, ചിലതിൽ യെല്ലോ ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് അടുത്തതിലും ഓറഞ്ച് അല്പം കുറച്ച് യെല്ലോ ഷെയ്ഡ് അല്ലേ, അങ്ങനെ നിൽക്കുന്നൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ. ഇതും അത്യാവശ്യം നല്ലതുപോലെ ഫ്ലവറിങ് ആവുന്നതാണ്. ഇതൊരു പ്ലാന്റിൽ നിൽക്കുന്ന 5 പൂക്കളാണ് കേട്ടോ ഒരു പ്ലാന്റിലുള്ളത്. ഇതും ഓൺ റൂട്ടഡ് ആണ്. കരിഷ്മ റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഓറഞ്ച് കരിഷ്മ ഉണ്ട്, അതേപോലെ ഓറഞ്ച് നാടൻ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ജസ്റ്റ് ഇമാജിൻ എന്ന് പറയുന്ന റോസ് വെറൈറ്റിയാണ് കേട്ടോ. മജന്തയും വൈറ്റും റെഡും കളറിലാണ് ഈ ഒരു പ്ലാന്റ് ഉള്ളത് കേട്ടോ. അതിൻ്റെ 2-3 ഷെയ്ഡ്സിൽ വരുന്നത് ഞാൻ കാണിച്ചു തരാം. അടുത്ത ഷെയ്ഡ് ഇതുപോലെ കൂടുതലായിട്ട് വൈറ്റും മജന്ത ഷെയ്ഡും ഒക്കെ വരുന്നതാണ്. ഇത് കണ്ടോ, ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ റെഡാണ്, വൈറ്റ് ഷെയ്ഡ് വളരെ കുറച്ചേ ഉള്ളൂ. ഇതിങ്ങനെ പല ഇതിലായിട്ട് ഫ്ലവറിങ് ആവും. അപ്പോൾ നമുക്ക് ഒരു പൂ കണ്ടിട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ റെഡ് ആയിരിക്കും കൂടുതൽ, ചിലപ്പോൾ വൈറ്റ് ആയിരിക്കും കൂടുതൽ, അങ്ങനെ വരുന്നൊരു റോസ് വെറൈറ്റിയാണ്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ, ടൈഗർ റോസ് വെറൈറ്റി. അടുത്തതായിട്ട് കാശ്മീരി റോസാണ്. കാശ്മീരി റോസ് നമുക്കൊരു ചെടിച്ചട്ടിയിൽ, അത്യാവശ്യം വലിപ്പമുള്ള ചെടിച്ചട്ടിയിൽ 2 പ്ലാന്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല പൂക്കളോടെ ഇങ്ങനെ നിൽക്കും കേട്ടോ. പൂമരം എന്ന് പറയാൻ പറ്റില്ല, ഒരു ബുഷ് ചെടിയിൽ നമ്മൾ നിറയെ പൂക്കൾ നമുക്കറിയാലോ, അതുപോലെ ഇങ്ങനെ നിറഞ്ഞ് പൂക്കളോടെ കിടക്കുന്ന ടൈപ്പായിരിക്കും കേട്ടോ കാശ്മീരി റോസ്. നമുക്ക് അങ്ങനെ വെക്കാം. അതുപോലെ തന്നെ പിങ്ക് ബട്ടൺ റോസ്, അഹല്യ റോസൊക്കെ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. 2 പ്ലാന്റ്സൊക്കെ ഒരു ചെടിച്ചട്ടിയിൽ നടുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇത് യെല്ലോ മിനിയേച്ചറാണ് കേട്ടോ. മിനിയേച്ചർ റോസിൻ്റെ ഒരു കോംബോ വരുന്നുണ്ട്. 4 ടൈപ്പ് ക്രീക്രി വരുന്ന കോംബോ ആണ് കേട്ടോ. ഇത് ജസ്റ്റ് ഇമാജിൻ ആണ് കേട്ടോ. അടുത്തതായിട്ട് നാടൻ ഓറഞ്ചാണ്. ഇതാണ് നാടൻ ഓറഞ്ച്. പീച്ച് ഷെയ്ഡിലാണ്. നാടൻ പീച്ചി ഓറഞ്ച് എന്ന് തന്നെ പറയാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള പൂക്കളാണ്, നല്ല ആരോഗ്യമുള്ള തൈകളാണ്. ഇതെല്ലാം നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് തൈകളാണ് നമുക്ക് സെയിലിനായിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് യെല്ലോയുടെ ഷെയ്ഡാണ്. യെല്ലോ ചില സമയത്ത് വൈറ്റും യെല്ലോയും കൂടി മിക്സഡ് ആയിട്ടൊക്കെ പൂക്കാറുണ്ട്. ചില സമയത്ത് വൈറ്റായിട്ടും ഇത് ഫ്ലവറിങ് ആവാറുണ്ട്. പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത് നാടൻ ബഡ്ഡിങ് ആണ് കേട്ടോ. ഡയമണ്ട് പിങ്ക് ആണ്. നല്ല ഭംഗിയാണ്, നല്ല മണമുള്ളൊരു വെറൈറ്റിയാണ് ഡയമണ്ട് പിങ്ക് എന്ന് പറയുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവുന്നൊരു ടൈപ്പ് പ്ലാന്റ് കൂടെയാണ് കേട്ടോ.
അത്യാവശ്യം വലിപ്പമുള്ള ഫ്ലവറും കൂടെയാണ്, തീരെ ചെറിയ പ്ലാന്റ് വിത്ത് ഫ്ലവറല്ല, നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. പ്ലാന്റും അങ്ങനെയാണ്, ഫ്ലവറും അങ്ങനെയാണ്. ഇത് ബ്ലാക്ക് റോസ് ആണ്. ഡിലൈറ്റ് എന്നാണ്, ബ്ലാക്ക് ഡിലൈറ്റ് എന്നാണ് ID വരുന്നത്. ഇങ്ങനെ ഒരു ഷേപ്പ് കണ്ടില്ലേ, എല്ലാവർക്കൊക്കെ ഒരു കൂർത്തിട്ടുള്ള ആ ഒരു ഷേപ്പിലാണ് പെറ്റൽസ് വരിക. അപ്പോൾ ഇന്നത്തെ പ്ലാന്റ്സ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.